ന്യായവിധിയുടെ നിമിഷം നിർദോഷകനായ ഈശോ കുറ്റക്കാരനായി നിൽക്കുകയാണ്. സത്യമായവൻ കള്ളവാദങ്ങളുടെ നടുവിൽ, നീതിയായിട്ടുള്ളവൻ അനീതിയുടെ വിധിയിൽ. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യനിൽ ഞാൻ എന്ത് തെറ്റാണ് കാണേണ്ടത്? എന്നാൽ ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു, അവനെ ക്രൂശിക്കൂ, അവനെ ക്രൂശിക്കൂ. ഇവിടെ നമുക്കൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. സത്യത്തിനായി നിൽക്കുമ്പോൾ നാം ഈശോയോടൊപ്പമോ അല്ലെങ്കിൽ ജനക്കൂട്ടത്തോടൊപ്പമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നീതിയേക്കാൾ അനീതിക്ക് നാം പിന്തുണ കൊടുക്കാറുണ്ട്. സത്യമറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നു. ശരിയെന്തെന്നറിയുമ്പോഴും തെറ്റിൻ്റെ പക്ഷം പിടിക്കുന്നു. ഈശോയുടെ ഈ നിശബ്ദത നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: അനീതിയുടെ മുന്നിൽ പോലും ദൈവത്തിൽ വിശ്വാസം നാം ഒരിക്കലും കൈവിടരുത്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സത്യത്തിനായി നിൽക്കുവാൻ ധൈര്യം തരണമേ. അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ ശക്തി തരണമേ. നിന്നെപ്പോലെ ക്ഷമയുള്ള ഒരു ഹൃദയം തരണമേ. സത്യം ചിലപ്പോൾ തോൽക്കുന്നത് പോലെ തോന്നാം, പക്ഷേ അവസാനത്തിൽ ജയിക്കുന്നത് സത്യം മാത്രമാണ്.